AICC വിളിച്ചിരുന്ന യോഗമാണ്. അതിനകത്ത് പുനഃസംഘടന ചർച്ചയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതൃത്വത്തിലും ഞാൻ സംതൃപ്തനാണ്. ഇപ്പൊ ചർച്ചയിലില്ല. അത് ഇന്നങ്ങനെ ചർച്ച ഉണ്ടാവും ഞാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് സാധാരണ വിളിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇന്നലെ ആസാമിൻ്റെ യോഗം ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ MP-മാരെയും സംസ്ഥാന നേതാക്കന്മാരെയും വിളിച്ച് AICC അവരുടെ കാര്യങ്ങൾ പറയും, ആശയവിനിമയം നടത്തും. മറ്റുള്ളൊരു അജണ്ട ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് നിരന്തരം ഒരു 3 KPCC അധ്യക്ഷന്മാരായി ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർ വന്നു. ഞാൻ അത്തരത്തൊരു ചർച്ചയ്ക്ക് ഞാനില്ല. കാര്യം ഇതൊന്നും ഞാൻ ഒരു കാര്യം പറയാം. KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്ന ഏതെങ്കിലും ജാതി മത അടിസ്ഥാനത്തിലല്ല. KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പരിഗണനകത്ത് വേണം. ഈ മാസം തന്നെ പുതിയ അധ്യക്ഷൻ ഉണ്ടാവുമോ? അതെല്ലാം തീരുമാനിക്കേണ്ട AICC അല്ലേ. നിലവിലത്തെ ഈ ഒരു സംവിധാനവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ അതൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ട്. ഇപ്പൊ പാർട്ടിക്ക് കുഴപ്പമില്ല. പാർട്ടി സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് അന്തിമ തീരുമാനം KPCC പ്രസിഡന്റ് മാറണോ വേണ്ടോ എന്നുള്ളത് ഒരിക്കലും പ്രാദേശിക തലത്തിലൊരു തീരുമാനം എടുത്തിട്ടല്ല പോകുന്നത്. അതല്ല AICC ആണ് തീരുമാനിക്കുന്നത്. AICC തീരുമാനിച്ചാൽ അത് നടക്കും. AICCയുടെ അങ്ങനെ ഒരു അജണ്ട ഈ യോഗത്തിൽ അങ്ങനെ ഒരു അജണ്ട വെച്ചതായിട്ട് എനിക്കറിയില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ ഒരു 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതൊരു ഗുണം ചെയ്യുമോ? ഏത് പാർട്ടിയിലത്? കോൺഗ്രസിൽ അങ്ങനെയില്ല കേട്ടോ. കോൺഗ്രസിൽ അങ്ങനെയില്ല. കോൺഗ്രസിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, മറ്റൊക്കെയാണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് ആലോചിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടല്ല കോൺഗ്രസ് ഇലക്ഷൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വനായ ഒരു KPCC പ്രസിഡന്റ് അല്ലേ ആവശ്യം? ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ പൊക്കോട്ടെ.